ഹേ ഗൈസ്, നമ്മൾ പിന്നെ നമ്മുടെ അനിയൻ ഗെയിമറിൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും എഫ് സി മൊബൈലിൽ തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഗെയിം കളിക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ എൻ്റെ ലാപ്പ് വന്നത് മൗസ് ഇച്ചിരി പ്രശ്നമായി, അത് കാരണം കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എപ്പോഴും നമ്മൾ എഫ് എഫ് അറ്റാക്ക് കളിക്കുന്നതുകൊണ്ട് നമുക്കിന്ന് ഹെഡ് ടു ഹെഡ് കളിക്കാം. നമ്മുടെ ടീമിൻ്റെ റാങ്ക് ഭയങ്കര കുറവാണ്. എന്തായാലും നമുക്ക് കളിച്ച് നോക്കട്ടെ അവർ നല്ല ടീമാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എഫ് അറ്റാക്കും കൂടെ കളിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, ടീം അത്രയ്ക്ക് നല്ല ടീമൊന്നും അല്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ടീമാണ് നന്നായിട്ട് കളിക്കുന്ന. നോക്കട്ടെ, അവൻ്റെ ടീം പറയുന്ന പോലെ അല്ല. ചിലപ്പോൾ നല്ല പ്ലേയേഴ്സൊക്കെ കാണും, ചിലപ്പോൾ കൊള്ളാതെയാവും. നോക്കാം. കളി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. നമ്മുടെ മാൽഡീനി തന്നെ ഫസ്റ്റ് ഷെയ്ക്കാനൊക്കെ കൊടുത്തു പോകുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ പിന്നെ മാൽഡീനി ആക്കിയിരിക്കുന്നത്. അത് ഓൾറെഡി ആ ഫസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറയാൻ മറന്നു, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരിൽ ചെയ്യുക. 2K ആണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താലേ നമുക്ക് പുതിയ ഗെയിം കളിക്കാനുള്ളൂ. ഈ ഫസ്റ്റ് തന്നെ ഒരു ഗോൾ കാണിച്ചു തരട്ടെ. ഇതെനിക്ക് മാത്രമുള്ളൊരു കഴിവാണ്, കാണിച്ചു തരാം. ഇങ്ങനെ പാസ് ചെയ്യും, എന്നിട്ട് അവനെടുക്കും, എൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഇടും, എന്നിട്ട് ഒരൊറ്റ കയറ്റമുണ്ട്, എന്നിട്ടൊരു പാസ്, പിന്നൊരു പാസ് ഉണ്ട്. ഇനി അവിടെ നിന്ന് പൊക്കിയൊരെണ്ണം കൊടുക്കും. ഇത് ഒരു സിദ്ധാൻ. ഓക്കെ, സിദ്ധാൻ്റെ ഒരു കിടില ഗോളായിട്ട് നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നത്. വെറും 6-ാം മിനിറ്റിലാണ് കേസ് നമ്മൾ സിദ്ധാനെ കൊണ്ട് അടിപ്പിച്ചത്. വെറും 6-ാം മിനിറ്റ്. ഗോൾ ഒന്നും കൂടെ കണ്ടുവരാം. പാസ് കൊടുത്ത് സിദ്ധാൻ അവിടെ ഇല്ല. സിദ്ധാൻ ഓടി വന്നിട്ടൊരു ഹെഡ് അടിച്ചിട്ടാണ് ഗോൾ അടിച്ചത്. കിടിലൻ ഗോളായിരുന്നല്ലേ? ആയിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് രണ്ടാമത്തെ കളി നോക്കാം. അവർ അത്യാവശ്യം കളിക്കുന്ന ടീമാണ്. ടീം അത്രയ്ക്ക് നല്ലെങ്കിലും അവർക്ക് അത്യാവശ്യം കളിക്കാൻ അറിയാം. പക്ഷെ നമുക്ക് പിന്നെ നമ്മുടെ പന്ത് കിട്ടിയിട്ടുണ്ട്. കളിച്ച് നോക്കാം. ജസ്റ്റ് പോയാൽ ഇച്ചിരി കൂടെ താമസിച്ചിട്ടാൽ മതിയായിരുന്നു. ഗെയ്സ് വന്ന് നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ഒരു ഗോളടിച്ച്. വെറും അവൻ്റെ 110-ൻ്റെ പ്ലേയേഴ്സ്, എന്നിട്ട് നമുക്ക് ഗോളടിക്കാൻ പറ്റില്ല. നമ്മുടെ ഗോളിയാണെങ്കിൽ ഒരു മാങ്ങാത്തലയും ഗോളിയാണ് പൊട്ടാൻ പിടിക്കത്തില്ല. കണ്ട ഗോള് പോയിക്കാണ്ട് അരമണിക്കൂർ വേണ്ട ആടുന്നത്. നമുക്കൊന്നും കൂടെ ശ്രമിച്ചു നോക്കാം, മറ്റേതുപോലെ തന്നെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. എനിക്ക് ചെന്ന് നമ്മളെ ഇപ്പോൾ കയറി ചെന്ന വൈറ്റ് കയറി ചെല്ലുന്നുണ്ട്. ചിലപ്പോൾ ഗോൾ കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. കിട്ടില്ല. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ കളി ജയിക്കണം. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 2-2 നമുക്ക് ടൈറ്റായി ആകാം. നന്നായിട്ട് ലാഗ് അടിക്കുന്നു. എന്തൊക്കെ ചെയ്താലും ഇവരുടെ നിന്ന് ഓടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. നല്ല ഡിഫെൻഡിങ് ആണ് മക്കളെ. നമ്മളെ ഈ മാൽഡീനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നന്നായിട്ട് കയറുന്നുണ്ട്. നമ്മൾ തടഞ്ഞ്, മാൽഡീനെ തടഞ്ഞ്. നമ്മൾ വീണ്ടും ഒന്ന് കയറുന്നുണ്ട്. നോക്കാൻ പറ്റുമെന്ന് നോക്കാം. കളി പുറത്ത് പോയി. ലെഫ്റ്റിനെ പോയാൽ പുറത്ത് പോയി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് പുതിയ ഗെയിം കളിക്കാനുള്ളൂ. നമുക്ക് കയറി ചെല്ലുന്നുണ്ട്. അവൻ്റെ ഗോളി ഇച്ചിരി പെശക് ഗോളിയാണ്. നമ്മുടെ ഗോളിയുണ്ട് മാങ്ങാതലയും ഗോളി കയറ്റി വിടുന്നില്ല തീട്ടം. മറ്റവൻ്റെ കാലിൽ തട്ടി നമ്മുടെ ഗോൾ കയറി. എന്നാൽ ഇവൻ്റ് അടിച്ചാൽ കാണാം. മറ്റവൻ്റെ കാലിൽ തട്ടി നമ്മുടെ ഗോൾ കയറി. അതിപ്പോൾ കാണിച്ചു തരാം. നോക്കിയാൽ മതി. ഒരുത്തൻ്റെ കാലിൽ തട്ടി ആ ഗോള് കയറുന്നത് കണ്ട ഗൈസ്. അത് ഗോളാണ്. കാണാൻ പറ്റിയെങ്കിൽ ഒന്നും കൂടെ ഇവൻ്റ് ചെയ്ത് നോക്കാം. കാലിൽ തട്ടിയ ഗോൾ കയറിയ മിക്കവാറും ഈ മാച്ച് സമനിലയാകാനാണ് ചാൻസ്. അവർ വന്നിട്ട് കളിക്കുന്നുണ്ട്. കണ്ട നമ്മുടെ സിദ്ധാനൊക്കെ അവിടെ നിന്ന് കിടിലായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. ഈ സിദ്ധാൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തെടുത്തതല്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ. 16-ൻ്റെ സിദ്ധാൻ. നമ്മളിത് കളിച്ച് പോകുന്നുണ്ട്. ഈ കളി നമ്മൾ മിക്കവാറും കളി സമനിലയാകും. 2-2 വല്ല ആകും.
നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, എന്നാലും എനിക്ക് ഒരു ഓർമ്മ കിട്ടത്തുള്ളൂ. ഈ ഗെയിം എത്ര അടിക്കും? കറക്റ്റ് പറയുന്നവർ ബുദ്ധിശാലി. കറക്റ്റ് പറയുന്നവർ എൻ്റെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമ്മൾ കയറി ചെല്ലുന്നുണ്ട്, നോക്കട്ടെ. എൻ്റെ മൂന്ന് അവർ ഒരുത്തനെ കൊണ്ടുതന്നെ 2 ഗോൾ അടിച്ചു. ഞാൻ അപ്പോഴും പറഞ്ഞു ഈ മാച്ച് സമനിലമല്ല എത്തുമെന്ന്. ഇത് എൻ്റെ നാക്ക് കുറച്ച് കരിനാക്കായതുകൊണ്ട് കിട്ടി. അവന്മാർ ചന്തിയിലൊക്കെ വിട്ടു. നോക്കാം, കളിയൊന്ന് ജയിച്ചായിരുന്നെങ്കിൽ. ജയിക്കണം. നിങ്ങളിനി കമൻറ്റ് ചെയ്യുക, നമുക്ക് പുതിയ ഗെയിം കളിക്കാം. ഇനി ഫ്രീ ഫയർ കളിക്കുന്നതൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഫ്രീ ഫയർ ഒക്കെ കളിക്കാം. അയ്യേ അത് അവരുടെ അച്ഛല്ലായിരുന്നോ? നമ്മുടെ കാലിൽ അടച്ചല്ലോ, അവൻ്റെ അച്ഛൻ. നമുക്ക് നോക്കട്ടെ, ഈ കളി ഒന്ന് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുക. പിന്നെ ഹൈപ്പ് ചെയ്യാത്തുള്ളതെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യുമോ? എന്തായാലും കളി നോക്കാം. നമ്മൾ കയറി ചൊല്ലുന്നുണ്ട്. ഒരു ഭയങ്കര കളി. 75 മിനിറ്റായി. ഭയങ്കര കളിയുണ്ട്. പിന്നെ എനിക്ക് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കാൻ ആരെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനല്ലേ കമൻറ്റ് ബോക്സിൽ ഇരിക്കുന്നത്, അങ്ങനെ അടിച്ചു വിടാന്നേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി പുതിയ ഗെയിം കളിക്കാം. ഇനി ഫ്രീ ഫയറും കുറേ ഗെയിം നമുക്ക് കളിക്കാം. ശ്രമിക്കാം. ഉറപ്പൊന്നും തന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം. അത് ജസ്റ്റ് പിന്നെ അത് അറിയാതെ മിസ്ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും കുഴഞ്ഞ് എല്ലാവരുടെ മണ്ടയ്ക്കൊരു മഞ്ഞ കളറൊക്കെ ആയി. നമുക്ക് ഈ കളിയൊന്ന് ടൈറ്റായി. കണ്ട ഫിദാനൊക്കെ അവിടെ നിന്ന് നമ്മളെ തെറി വിളിക്കുമെന്ന് തോന്നുന്നു. എന്ത് കഷ്ടമാണ് ദൈവമേ. ഇത് കുറച്ചു നേരം എടുക്കും വരെ. ഭയങ്കര ലാഗ. എത്ര നേരമായെന്നറിയാവോ ഞാനിത്. കുറച്ച് നേരം എടുക്കും. എന്നാലും നമുക്ക് പുതിയ ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ ഗെയിം കളിക്കാം. ശ്രമിക്കാം. ഇതെന്താണ് വരാത്ത ഫോൺ? ചത്ത. ഭയങ്കര ലാഗാണല്ലോ. നോക്കാം. പക്ഷെ ഞാനെന്താ റിവൈൻഡ് അടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഇത് വരത്തില്ല. അത് വന്ന് ഇനി പുതിയ നമുക്കിനി വെഫ് അറ്റാക്ക് കളിക്കാം. ഇന്നും തൊട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. വെഫ് അറ്റാക്ക് കളിക്കാം. നാളെ തൊട്ട് നമുക്ക് ഫ്രീ ഫയർ തുടങ്ങാം അല്ലേ? ഫ്രീ ഫയർ മതി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രീ ഫയർ അല്ലെങ്കിൽ FC അല്ലെങ്കിൽ പുതിയ മൈൻക്രാഫ്റ്റ് അതൊക്കെ കളിക്കണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക താഴെ. അവൻ്റെ ടീം അത്രയ്ക്ക് നല്ലെന്നാ തോന്നുന്നത്. നമ്മുടെ ടീമാണ് നല്ലത്. നമുക്ക് ഈ കളി അങ്ങോട്ട് ജയിച്ചാൽ മതി. എല്ലാം ഒന്ന് പറയുന്നുണ്ട്, ജയിച്ചാൽ മതി. എൻ്റെ വാക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മുടെ ടീമാണ്. തന്നെ വാളിനെയൊക്കെ ഉണ്ട്, പക്ഷെ വാളിനെ കൊണ്ട് ഗുണമൊന്നുമില്ല. അവൻ്റെ എത്ര കാല ടീമെന്നല്ല. ചുമ്മാതാ ഫസ്റ്റ് അടി തന്നെ ഓള് കയറിയാൽ ഓള്. ഇനി എന്ത് വേണം ഗെയ്സ്? നമുക്ക് അടുത്തടി ഗോൾ. അടുത്ത കയറിച്ചല്ലേ, ഇത് മിക്കവാറും ഗോളാണ്. അല്ലല്ല എന്ത് ഫേവ് ഗോള് കിട്ടുന്ന ഫേവ്. അവൻ്റെ കോർട്ടിയഫൊക്കെ ഇരിക്കുന്നത് ചുമ്മാതാണോ? പുറത്തടിച്ച് കളഞ്ഞ്. അയ്യോ എനിക്ക് കളിക്കറിയത്തില്ലേ. അയ്യോ കൊള്ളാം ഗൈസ്. അയ്യേ എന്ത് വാഫാണ് ഈ കുത്തിടന്മാരെ കൊടുക്കുന്നത്. നമ്മൾ വേറെ ചെല്ലുന്നത് ഗൈസിന് പുതിയ 4 അടിച്ചാൽ മതി. ഒരു 5 അടിച്ചാലേ ചെയ്താകത്തുള്ളൂ.
അടിക്കാമോ? അടിച്ച് പറഞ്ഞ് തീർത്തില്ല. ഗെയ്സ് അവൻ്റെ നല്ല ഗോളിയാ ഗെയ്സ്, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ കളി അവന്മാർ കൊണ്ടുപോയാലും. അൺഎക്സ്പെക്റ്റഡ് പ്ലേ ബാക്ക് ഇതൊക്കെ കൊണ്ടുപോയാൽ പിന്നെ ജീവിച്ചതിൻ്റെ കാര്യമില്ല. വൈഫാക്കൾ ഇതൊന്ന് ഗോളായാൽ ഉണ്ടായി. ബോളിന് തോന്നി നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന്. എന്ത് ഗോളിയാ ഗെയ്സ്. ഒരു 6 അടിക്കാൻ പറ്റുവാണെങ്കിൽ 6 അടിച്ചു നമ്മൾ. നമുക്കിനി ഇത്രയും മതിയോ? ഇന്നത്തേക്ക് ഇത്രയും മതിയല്ലേ തോന്നുന്നു. എനിക്ക് അറിയില്ല. ഇത്രയും മതിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി കുറച്ചുകൂടി വീടില്ല. ഞാൻ ഭയങ്കര ഫ്ലോ സമയമില്ല. നമുക്ക് ഇത്രയും മതിയല്ലേ. നമുക്കിനി പുതിയ ഗെയിം കളിക്കണമെങ്കിൽ കളിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമുക്കിനി നിങ്ങൾ പറഞ്ഞാൽ ഇനി പുതിയ ഫ്രീ ഫയറൊക്കെ കളിക്കാം. അപ്പം ഇത്രയ്ക്ക് മതിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ പോയിട്ടരാം. നമുക്ക് നാളെയും കാണാം. നാളെയും പുതിയ വീഡിയോ കാണാം. ബൈ.